ഹായ് ഹലോ, എൻ്റെ പേര് ആര്യ. ഇതെൻ്റെ പഴയ ഒരു ജീൻസാണ്. ഇതിലോട്ടൊരു ഫ്ലോറൽ ഡിസൈന് പെയിൻറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇതാണ് ഏകദേശ ഒരു ഇമേജ്. അത് ഞാൻ ഇത് ഹീറ്റ് ഇറേസബിൾ പെന്നാണ്. ഇത് വെച്ചിട്ട് ഫാബ്രിക്കിലേക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ലാസ്റ്റ് ഒന്ന് അയൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പൊക്കോളും. അങ്ങനത്തെ ഒരു പെന്നാണ്. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ജസ്റ്റ് ഞാൻ ഫുള്ള് എനിക്ക് എത്രയാണോ വേണ്ടുന്നത് അത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഇവിടെ രണ്ടാളുകൾ കമ്പനിക്കുണ്ട്. അവർക്കും വരയ്ക്കാൻ ഒരു പേപ്പറും പേനയൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞാനിതിരുന്ന് വരയ്ക്കുന്നത്. ആദ്യം ഈ വരച്ചേക്കുന്ന ഇത്രയും ചെയ്യാനായിരുന്നു ഉദ്ദേശം. ലാസ്റ്റിൽ ഞാനൊരു സൈഡ് ഫുള്ളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഫില്ല് ചെയ്ത് നോക്കുക. ആദ്യത്തെ ഒരു പെറ്റൽ ഞാൻ ഫില്ല് ചെയ്യാൻ കാരണം ഇത് സ്പ്രെഡ് ആകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരെണ്ണം ഫില്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുന്നതൊക്കെ ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു റൗണ്ട് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു റൗണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഒരു കളറ് നല്ലവണ്ണം ഫാബ്രിക്കിൽ വരുള്ളൂ. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു കോട്ട് ഇത്രയത്തിൽ ചെയ്തിട്ട് രണ്ടാമത്തെ കോട്ട് ഈ ചെയ്ത അത്രയത്തിന് കൊടുക്കുകയാണ്. പൂവിന് സെൻറ്ററിൽ ലെമൺ യെല്ലോയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് പെയിൻറ്റ് ചെയ്യാതെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ടെക്സ്ചർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ഇതിൽ ഫോണിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അത് കുറച്ചുകൂടി അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകാൻ പറ്റും. അങ്ങനെ പൂവിൽ മൊത്തം അത് കൊടുത്തിട്ടുണ്ട്. പെറ്റൽസിൽ തന്നെയല്ല, നമ്മൾ എവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നോ അതെല്ലാം 2 കോട്ടെങ്കിലും കൊടുത്തെങ്കിൽ തുണിയിൽ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ കളറിനൊരു എടുപ്പ് കാണത്തില്ല, മങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് 2 കോട്ട് ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കണം. സാപ്പ് ഗ്രീനാണ് ഞാൻ തണ്ടിന് കൊടുത്തേക്കുന്നത്. സാപ്പ് ഗ്രീനിൽ ലെമൺ യെല്ലോ മിക്സ് ചെയ്ത് കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡാക്കിയിട്ടാണ് ലീഫിന് കൊടുത്തേക്കുന്നത്. ലീഫ് ഫുള്ളായിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റിൽ സാപ്പ് ഗ്രീൻ ഉപയോഗിച്ച് തന്നിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് അതിൻ്റെ ഈ നാര് പോലെ പോകുന്നതിനും അങ്ങനെ കൊടുത്താണ് ഫിനിഷ് ചെയ്തെടുത്തത്. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഫാബ്രിക് പെയിൻറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയ ക്യാമലിൻ്റെ നോർമൽ ആക്രിലിക് കളേഴ്സാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. ലീഫ് ഫില്ല് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ കൊടുത്ത് സെൻറ്ററിനായിട്ട് വരച്ച് അതിന് ലൈൻസ് ഇട്ട് കൊടുത്ത് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഫുള്ളായിട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അത്രയും വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് അങ്ങ് ചെയ്തേക്കാണ്. അങ്ങനെ ഞാൻ ഒരു സൈഡ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെറ്റൽസിൽ നമ്മൾ ഒറിജിനലായിട്ടുള്ള പൂവിൽ നോക്കിയാൽ കാണാം ആ ഒരു പച്ച കളർ ഇങ്ങനെ കാണാം. ആ ഒരു ഫീല് തോന്നിക്കാനെ കൊണ്ട് നമ്മൾ ലീഫിൽ കൊടുത്തേക്കുന്ന കളറ് ഈ പൂമൊട്ടിൻ്റെ പൂമ്പൊടിയുടെ ആ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. പെറ്റൽസിലോട്ട് ആ ഒരു കളറ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാം വിട്ടുപോയിട്ടില്ലല്ലോ എന്നൊക്കെ ഒന്ന് നോക്കി ടച്ച് ചെയ്യാനുള്ളതിനൊക്കെ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഒരു സൈഡ് ഫുള്ളായിട്ട് ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേന് ആ ഫില്ലിങ് ഇച്ചിരി കുറഞ്ഞു വരുന്നോട്ടാണ് ചെയ്തേക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ ഇച്ചിരി കൂടി ഗ്യാപ്പിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ പെറ്റൽസ് മാത്രമായിട്ട് കിടക്കുന്ന പോലെ അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഉള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.